ഹായ് ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 33 ആണ്. ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ബിഗ് ബോസ് ടോക്ക് തുടങ്ങാം. തൊഴിൽ മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നോമിനേഷനിൽ ശരത്ത്, റന ഫാത്തിമ, ഷാനവാസ്, ശൈത്യ, അക്ബർ, അനീഷ്, ആര്യൻ, അഭിലാഷ്, ആദില, ഒണിയൽ, നൂറ, രേണു, ബിന്നി, അനുമോൾ, ജിസൈൽ. ഞാൻ അനീഷിനാണ് വോട്ട് കൊടുത്തത്, കോമണർ. കാരണം നമ്മളും കോമണർ ആയതുകൊണ്ട് സെലിബ്രിറ്റികൾക്ക് PR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സെലിബ്രിറ്റികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾക്കത് അനിശ്ചിതമായ കാര്യമാണ്. ബിഗ് ബോസ് ഗ്രാൻഡ് ഫൈനലിലേക്ക് എത്താൻ ഇവരിൽ ആരുമാവട്ടെ. പക്ഷേ അനീഷിനെ ഇനി തിരിച്ച് നോമിനേഷൻ ചെയ്യാനുള്ള പ്രക്രിയകളിൽ ഇല്ല. അനീഷിനെ ഇനി ആരും എന്തുപദ്രവിച്ചാലും നോമിനേഷൻ എന്ന വാക്കുകൾ ആ കാർഡ് ഊരിക്കഴിഞ്ഞു. അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങൾ കൂടെ ഉണ്ടാവണമെന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അനീഷ് എന്ന വ്യക്തിക്ക് വേണ്ടി നമ്മളെങ്കിലും കൂടെ നിന്നില്ലെങ്കിൽ മറ്റാര് കൂടെ നിൽക്കും? അദ്ദേഹം നല്ലൊരു കോണ്ടൻറ് ക്രിയേറ്ററാണ്, ഒരു ഗെയിമറാണ്, നല്ലൊരു ഗെയിമറാണ്. അപ്പോൾ അടുത്ത പ്രമോ, അതായത് ഈ വീക്കെൻഡ് നടക്കുന്ന പ്രമോ, ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയ പ്രമോ നമുക്കൊന്ന് കാണാം. ഇന്ന് ചോദിക്കാനും പറയാനും ഏറെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രമോ പവിത്രമായ കരുതേണ്ട അടുക്കളയെ വീണ്ടും അടിക്കളമായി കലഹങ്ങളിലേക്ക്, വാക്കിലേക്ക്. അപ്പോൾ എനിക്കിനി ചോദിക്കാൻ ഏറെയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഒരു പ്രമോ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ പ്രമോയിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ചോദിക്കാനും പറയാനും എനിക്ക് ഏറെയുണ്ട് എന്ന ആ പ്രമോയിലേക്ക്. ബിഗ് ബോസ് വീട്ടിൽ സദാചാരത്തിന്റെ തുലാശമായി ആൾക്കൂട്ട വിചാരണ. പുറത്തു കേട്ടത് പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം ഉടലെടുക്കാൻ കാരണമായി. പവിത്രമായി കരുതേണ്ട അടുക്കള വീണ്ടും അടിക്കളമായി. കലഹങ്ങൾക്കിടയിലും ഓണമെത്തി. പക്ഷെ ഓണാഘോഷങ്ങൾ ചിലപ്പോൾ ഓണത്തല്ലിന്റെ. അപ്പോൾ എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് അവർക്ക് പറയാനും. അപ്പോൾ അവർക്ക് പറയാനും ലാലേട്ടന് ചോദിക്കാനുമാണ് ഏറെയുള്ള സംവാദത്തിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് വീക്കിൽ ലാലേട്ടൻ വന്നില്ല. ഒരു വീക്കെൻഡ് മാത്രം US വെച്ച് ലാലേട്ടൻ വരികയായിരുന്നു. ഇപ്പോൾ ഒരടുക്കള കളമായിരിക്കുകയാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കമ്മിങ് സൂൺ. പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. ഒരു ഷോ ആകുമ്പോൾ അതിൻ്റെ മിനിമം മാനറിസം, ഒരു മാനേഴ്സ് എങ്കിലും കാണിക്കേണ്ടത് കണ്ടസ്റ്റൻസിൻ്റെ ഇതാണ്. ലാസ്റ്റ് ലാലേട്ടൻ വന്നത് 26ാമത്തെ എപ്പിസോഡിലായിരുന്നു. അതായിരുന്നു ലാലേട്ടൻ്റെ ലാസ്റ്റ് വീക്കെൻഡ്. ഒരു വീക്കെൻഡ് കട്ട് ചെയ്തിട്ട് ബാക്കി കുറേ ആൾക്കാർ അകത്തേക്ക് കയറുകയായിരുന്നു. 5 പേരായിരുന്നു ഇതിൽ കയറിയത്, വൈൽഡ് കാർഡ് എൻട്രീസ്. അതിനുശേഷം ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ടില്ല. ഇപ്പം 34ാമത്തെ എപ്പിസോഡും ആയിക്കഴിഞ്ഞു. 44 മിനിറ്റുള്ള BBM ഓണം ആഘോഷങ്ങളാണ് ഇപ്പോൾ BBMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണം കളർഫുള്ളാണ്. ഓണം, റബിയ അവൽ ഒക്കെ ഒരു കളർഫുൾ സംഭവമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? വിശേഷപ്പെട്ടതായിരുന്നു അല്ലയോ എന്ന് കമൻറ്റ് താഴെ ചെയ്യുക. നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം. ബിഗ് ബോസിൽ ഇപ്പോൾ എല്ലാവരും ഓണമായതുകൊണ്ട് സ്ട്രാറ്റജിക്കും മൊമെൻ്റൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും.
ഓണം കളറാക്കാൻ വേണ്ടിയായിരിക്കും. എന്നാലും ഗെയിം സ്ട്രാറ്റജിയിൽ എന്നും അടുക്കള തന്നെയാണ് വിഷയമാവാറുള്ളത്. അടുക്കള തന്നെയാണ് എന്നും കലഹ മൂഡിൽ എത്തിക്കാറുള്ളത്. അത് ലാലേട്ടൻ പറഞ്ഞതിൽ ഞാനും ഉപമിക്കും. കാരണം അത് സത്യമാണ് എന്നതാണ്. പിന്നെ ഒരുപാട് പേർ ഭക്ഷണം ഫേവറബിൾ ചെയ്യുക, ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് ഷോയെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇവർ ഫുഡൊന്നും കൊടുക്കില്ല, ഇവർ ഇന്ന കാര്യങ്ങൾ അലോവഡ് ആവുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും ബിഗ് ബോസ് ഷോയെ കുറിച്ച്. അത് കണ്ടസ്റ്റൻസിന് ഉണ്ടാക്കുന്ന നിലപാടില്ലാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരുപാട് നിലപാടും ഒരുപാട് നിലവാരമുള്ളൊരു കോണ്ടൻ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ആഴ്ച ലാലേട്ടൻ എത്ര കെയർഫുള്ളായിട്ടായിരിക്കും വരേണ്ടി വരിക, എത്ര പണിഷ്മെൻ്റ് അവർക്ക് കൊടുക്കുമെന്നാണ് ഒരു നിഗമനങ്ങളും നിങ്ങൾ നമുക്ക് തരണം. ലാലേട്ടൻ്റെ വരവ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായതുകൊണ്ട് ഏത് രീതിയിലാണ് ലാലേട്ടൻ ഇവരോടൊക്കെ സംസാരിക്കാൻ പ്രൊട്യൂഷൻ എടുത്തിരിക്കുന്നത് എന്നത് നമുക്കറിയേണ്ടതുണ്ട്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ഫാൻസുള്ള ഇത്രയും കംപ്ലീറ്റ് ആക്ടർ, അദ്ദേഹം ഒരു ആങ്കർ എന്ന് പറയുന്ന പ്രാധാന്യത്തിലെത്തിയപ്പോൾ ആ ആങ്കറിനെ വിലയില്ലാതെ കളയുന്ന കണ്ടസ്റ്റൻസാണ്. ആ ഹോസ്റ്റിനെ ഒട്ടും കീപ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാത്തവരാണ്. നമ്മളും വീട്ടിൽ ചിലപ്പോൾ മാറിയും തെറ്റിയും പറയുന്നവരായിരിക്കാം. പക്ഷേ ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്ന വിധത്തിൽ സംസ്കാരം തീരെയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ആ സംസ്കാരത്തെ ഒരിക്കലും മാനിക്കാത്ത, ആ സംസ്കാരങ്ങളെ വലിച്ചെറിയപ്പെടുന്ന, തീരെ ഒരു വാല്യൂ കൽപ്പിക്കാത്ത ഒരു മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ആ വ്യക്തിത്വത്തിൽ പലരും, പക്ഷേ ഭക്ഷണത്തിൽ കാര്യത്തിൽ മാത്രം നമ്മൾ വിലക്ക് പാടില്ല. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്നമാണ്. ആ അന്നത്തെയൊക്കെ തരില്ല എന്നും കോഫികൾ തരില്ല എന്നൊക്കെ പറഞ്ഞ് അടുക്കള ഒരു കലഹമാക്കാൻ ഒരിക്കലും ബിഗ് ബോസ് ഷോ അനുവദിക്കരുതായിരുന്നു. ഇതൊക്കെയാണ് ലാലേട്ടൻ മുൻകൂട്ടി ചോദിക്കേണ്ടതും പറയേണ്ടതും. ഭക്ഷണം ഒരു അമേസിംഗ് ആണ്, ഒരു വിസ്മയമാണ്. ആ സാധനം നമ്മുടെ അന്നത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിലൂടെയും നമ്മുടെ വയറുകൾക്ക്, സ്റ്റൊമക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ദഹനശേഷി കുറഞ്ഞാൽ നമ്മുടെ ആ ഹോൾ അടയും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഈ 100 ദിവസം ഒരാളെ ജയിലിൽ പൂട്ടിയിട്ടതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് ഭക്ഷണമെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അവിടെ പറ്റണം. അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവണം. എന്നാലേ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റൂ. ഗെയിം സ്ട്രാറ്റജിയും കണ്ടൻറ്റും പുറത്ത് കിട്ടൂ. നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് മിസ്സിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ആരും ഫേവറബിളായ ഒരു കണ്ടസ്റ്റൻസ് ആ ബിഗ് ബോസ് ഷോ സീസൺ 7-ലില്ല. അപ്പോൾ സീസൺ 7-ൻ്റെ ക്യാപ്റ്റൻസ് ഒരു ഒട്ടും യോജിക്കാത്ത ക്യാപ്റ്റൻസ് ആയിരുന്നു. ഇപ്രാവശ്യം ഒരു ക്യാപ്റ്റൻ പോലും നിലവാരോ ഇല്ലാത്ത ക്യാപ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇവരെ പോലുള്ളവരെ ഒരിക്കലും നമ്മൾ നിലപാടുള്ള വ്യക്തികളെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഈ കണ്ടസ്റ്റൻസ് മൊത്തം സെലക്റ്റീവ്നെസ് കുറവായിരുന്നു, സെലക്ഷൻ വളരെ കുറവായിരുന്നു ബിഗ് ബോസിൻ്റെ. പക്ഷേ കോമണർ അനീഷിനെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് വരുന്നില്ല. അനീഷ് ഒരു നല്ലൊരു ഗെയിം പ്ലെയറാണ്, നല്ലൊരു ഫണ്ണി ഗെയിമനാണ്. നിവിനും കൊള്ളാം, നിവിനും അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരുപാട് തുലാസിൽ ഇട്ട് ആട്ടേണ്ടിയിരിക്കും. അപ്പോൾ ലാലേട്ടന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരുപാട് പറയുകയും ചെയ്താൽ മാത്രമേ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് കളറാവുകയുള്ളൂ. പ്രേക്ഷകർക്ക് ഇങ്ങനെ സോപ്പിട്ട് തേച്ച് കൊടുക്കുന്ന ഓണത്തല്ല് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഓണം അത് നല്ല കളറായിരിക്കാം, പക്ഷെ അവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഡാർക്ക്നെസ്സാണ്. ഒട്ടും ഹാപ്പി അല്ലാത്ത മൊമെൻറ്റ്സ് വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വഷളാകുന്ന പുറത്ത് പോയിട്ട് വന്നവർ വൈൽഡ് കാർഡ് എൻട്രികൾ പോലും സമാനതയില്ലാത്ത സമാനതകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഒരു വളരെ കെയർഫുള്ളായ കാര്യങ്ങൾ പാർട്ട്
ചെയ്തിരിക്കണമെന്ന് ഒരു വാർണിംഗ് കൊടുക്കണം. ലാലേട്ടൻ തന്നെ കൊടുക്കണം. അതായത് ഷോ തീരുന്നത് വരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും പെട്ടെന്ന് ബ്രേക്ക് എന്ന് പറഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലാലേട്ടൻ പഴയ ലാലേട്ടൻ ആകുകയും ചെയ്യരുത്. ഒരു സൽമാൻ ഖാനെങ്കിലും ആകാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു മൂടൊക്കെ മാറ്റി ഒരു ശൗര്യത്തോടെ മീശ പിരിച്ച് കൊണ്ട് തന്നെ ആ ഒരു ഡയലോഗിലൂടെ തന്നെ സംസാരിച്ചാലും ലാലേട്ടൻ ഓക്കെയാണ്. കുറച്ച് ലാലേട്ടൻ പറയാൻ കഴിയേണ്ടതെല്ലാം പറഞ്ഞിരിക്കണം. ലാലേട്ടൻ എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിനെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. ആ കാത്തിരിപ്പിന് വേണ്ടി ഞാനൊന്ന് ലൈവൊന്നും മൊത്തം കാണുന്ന ആളൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ കാണലുണ്ട്, ബിഗ് ബോസ് കാണലുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണലുണ്ട് എന്ന് പറയാം. ഇങ്ങനെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് ഇങ്ങനെ സമയമെടുത്ത് വാച്ച് ചെയ്യാൻ ഒരു ഫേവറബിളായ കണ്ടൻറ് അവിടെ ഇല്ല. നമുക്കൊന്നും ഒരു വ്യക്തിയെ പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അനീഷ് കുറഞ്ഞാൽ നമ്മുടെ ആ ഹോൾ അടയും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഈ 100 ദിവസം ഒരാളെ ജയിൽ പൂട്ടിയിട്ടതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് ഭക്ഷണമെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അവിടെ പറ്റണം. അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവണം. എന്നാലേ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റൂ. ഗെയിം സ്ട്രാറ്റജിയും കണ്ടൻറ്റും പുറത്ത് കിട്ടൂ. നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് മിസ്സിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ആരും ഫേവറബിളായ ഒരു കണ്ടസ്റ്റൻസ് ആ ബിഗ് ബോസ് ഷോ സീസൺ 7 ഇല്ല. അപ്പോൾ സീസൺ 7 ക്യാപ്റ്റൻസ് ഒരു ഒട്ടും യോജിക്കാത്ത ക്യാപ്റ്റൻസ് ആയിരുന്നു. ഇപ്രാവശ്യം ഒരു ക്യാപ്റ്റൻ പോലും നിലവാരോ ഇല്ലാത്ത ക്യാപ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇവരെ പോലുള്ളവരെ ഒരിക്കലും നമ്മൾ നിലപാടുള്ള വ്യക്തികളെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഈ കണ്ടസ്റ്റൻസ് മൊത്തം സെലക്റ്റീവ്നെസ് കുറവായിരുന്നു. സെലക്ഷൻ വളരെ കുറവായിരുന്നു ബിഗ് ബോസിൻ്റെ. പക്ഷേ കോമണർ അനീഷിനെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് വരുന്നില്ല. അനീഷ് ഒരു നല്ലൊരു ഗെയിം പ്ലെയറാണ്, നല്ലൊരു ഫണ്ണി ഗെയിമറാണ്. നിവിനും കൊള്ളാം. നിവിനും അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരുപാട് തുലാസിൽ ഇട്ട് ആട്ടേണ്ടിയിരിക്കും. അപ്പോൾ ലാലേട്ടന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരുപാട് പറയുകയും ചെയ്താൽ മാത്രമേ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് കളറാവുകയുള്ളൂ. പ്രേക്ഷകർക്ക് ഇങ്ങനെ സോപ്പിട്ട് തേച്ച് കൊടുക്കുന്ന ഓണത്തല്ല് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഓണം അത് നല്ല കളറായിരിക്കാം, പക്ഷെ അവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഡാർക്ക്നെസ്സാണ്. ഒട്ടും ഹാപ്പി അല്ലാത്ത മൊമെൻറ്റ്സ് വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വഷളാകുന്ന പുറത്ത് പോയിട്ട് വന്നവർ വൈൽഡ് കാർഡ് എൻട്രികൾ പോലും സമാനതയില്ലാത്ത സമാനതകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഒരു വളരെ കെയർഫുള്ളായ കാര്യങ്ങൾ പാർട്ട് ചെയ്തിരിക്കണമെന്ന് ഒരു വാർണിംഗ് കൊടുക്കണം. ലാലേട്ടൻ തന്നെ കൊടുക്കണം. അതായത് ഷോ തീരുന്നത് വരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും പെട്ടെന്ന് ബ്രേക്ക് എന്ന് പറഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലാലേട്ടൻ പഴയ ലാലേട്ടൻ ആകുകയും ചെയ്യരുത്. ഒരു സൽമാൻ ഖാനെങ്കിലും ആകാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു മൂടൊക്കെ മാറ്റി ഒരു ശൗര്യത്തോടെ മീശ പിരിച്ച് കൊണ്ട് തന്നെ ആ ഒരു ഡയലോഗിലൂടെ തന്നെ സംസാരിച്ചാലും ലാലേട്ടൻ ഓക്കെയാണ്. കുറച്ച് ലാലേട്ടൻ പറയാൻ കഴിയേണ്ടതെല്ലാം പറഞ്ഞിരിക്കണം. ലാലേട്ടൻ എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിനെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. ആ കാത്തിരിപ്പിന് വേണ്ടി ഞാനൊന്ന് ലൈവൊന്നും മൊത്തം കാണുന്ന ആളൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ കാണലുണ്ട്, ബിഗ് ബോസ് കാണലുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണലുണ്ട് എന്ന് പറയാം. ഇങ്ങനെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് ഇങ്ങനെ സമയമെടുത്ത് വാച്ച് ചെയ്യാൻ ഒരു ഫേവറബിളായ കണ്ടൻറ് അവിടെ ഇല്ല. നമുക്കൊന്നും ഒരു വ്യക്തിയെ പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ അവിടെ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആകെ ഒരു എഫക്റ്റ്. അപ്പോൾ അതൊരു നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു നല്ല നിലപാട് വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് പല കുറവുകളുണ്ടാകും. ആ കുറവുകളല്ല നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ്, അദ്ദേഹം യഥാർത്ഥ റിയലി എന്താണെന്ന് അയാൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അയാൾ ഒരു മാസ്ക് ഇട്ടിരിക്കുകയാണ്. ആ മാസ്ക്
അറിയേണ്ടത് ഏത് രീതിയിലാണ് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അനീഷ് ഒരു അകലത്തിലാണ് ഒരാളെ സ്നേഹിക്കുന്നത്. ഒരു കൈ അകലത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അനീഷ് സ്നേഹിക്കുന്നത് എന്താണ്, അതെന്തിനെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ ആ ഒരു അകലം ഫീൽ ചെയ്തുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നതെന്ന ഒരു ചോദ്യം നമ്മളെന്നും ഒരു അലേർട്ട് തന്നെയാണ് ആ ഒരു ചോദ്യം. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് ചൂട് വരാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് മനുഷ്യൻ്റെ ജിജ്ഞാസയും മാറുമെന്നാണ് പറയാറ്. ആ മാറ്റം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊണ്ടുവരണം. ലൈവൊക്കെ കാണുന്നവർ ലൈവിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് റിവ്യൂ പറയുന്നവർ വീക്കെൻഡ് റിവ്യൂ പറയുന്നുമുണ്ട്. എല്ലാ റിയാക്ഷൻസും നമ്മൾ അപ്ഡേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ബിഗ് ബോസ് ഷോവും നമ്മൾ ഇതുപോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും, ഇതുപോലെ തന്നെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീക്കെൻഡും റിവ്യൂസാണ്. ഇപ്പോൾ റിയാക്ഷൻ ചെയ്താൽ അടുത്തത് വീക്കെൻഡ് റിവ്യൂ ആയിരിക്കും നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയും റബിയവലിൻ്റെയും ഒക്കെ കളറിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഏത് സ്വീകരിക്കണമെന്ന് മലയാളത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ വളരെ മലയാളത്തിൻ്റെ തനിമ ഓണമാകുമ്പോൾ മുസ്ലിം അറബ് മണ്ണിൻ്റെ സെലിബ്രേഷൻ റബിയവലാകുമ്പോൾ ഈ രണ്ട് കളറും എങ്ങനെ ഒരുമിക്കുമെന്നാണ് നമ്മുടെ പ്രശ്നം. മതവും ജാതിയും കുലവും നോക്കിയിട്ടല്ല മനുഷ്യരെ സ്നേഹിക്കുന്നത്. മനുഷ്യത്വപരമായ നല്ല ചിന്താശേഷിയും നല്ല സ്വപ്നങ്ങളും നല്ല ഡ്രീമുകളുമുള്ള പരസ്പരം ഐക്യത്തോടെ അപ്പുറം ഒരു കല്ലിട്ട് വെച്ച് നമ്മളെ വഴി തടസ്സപ്പെടുത്തുന്നവരല്ല നല്ല കുടുംബക്കാർ, നല്ല വ്യക്തികൾ. അപ്പുറത്തെ വീട്ടുകാരായാലും സ്വന്തക്കാരായാലും അവർ വഴികൾ തടഞ്ഞുകൊണ്ടല്ല, വഴികൾ തുറന്നു വെച്ച് വേണം നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കാൻ. സ്വത്ത് സമ്പാദ്യം ഒക്കെ വേണം, പക്ഷേ അത് സത്യസന്ധതയ്ക്ക് വേണ്ടിയായിരിക്കണം. ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണിത്. ജീവിതത്തിൽ നമുക്കില്ലാതാകുന്നത് നമ്മുടെ കുടുംബക്കാരുടെ ശത്രുതയിൽ നമ്മൾ ഇല്ലാതായിപ്പോകും. നമുക്കത് പറ്റില്ല, ഇത് പറ്റില്ല എന്നുള്ള സ്വാതന്ത്ര്യമില്ലായ്മ മനുഷ്യനിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബക്കാർ, നമ്മുടെ അവസ്ഥയെ തേജോത്വം ചെയ്യുന്ന കുടുംബക്കാർ, അവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ തെറ്റിന് കൂട്ടു നിൽക്കുക, ആ തെറ്റിനോടൊപ്പം നിൽക്കുക, ഒരു ഗ്രൂപ്പ് സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കുക, ഇതൊക്കെ ബിഗ് ബോസ് ഷോയിലും നടക്കുന്നുണ്ട്. ഒരാളെ ഒറ്റപ്പെടുത്തുക, അയാളെ മാത്രം ഷട്ട് ഡൗൺ ചെയ്യുക, അയാളെ മാത്രം അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല. ഗ്രൂപ്പിസം നിലനിൽക്കുന്ന കാലത്തോളം ഒരാൾ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ അനുവിനായാലും അനീഷിനെയൊക്കെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ അവരായിരിക്കും യഥാർത്ഥ ഗെയിമർ. മറ്റുള്ളവരെല്ലാം വാലെത്തൂങ്ങി നടക്കുന്നവരാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്നും ലൈഫിൽ ഉണ്ടാകുന്നതാണ്. നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ആ ഒറ്റപ്പെടൽ നമ്മൾ സ്വീകരിക്കുന്നതല്ല. കാരണം ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാതാകുക എന്നാണ്. ഒരു വ്യക്തിക്ക് ഒന്നുമില്ലാതാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ ചിന്തയെ അവനെ പരീക്ഷിച്ചെടുക്കുന്നതോടൊപ്പം സംസ്കാരവും ധർമ്മങ്ങളും ഒക്കെ മാറി നിൽക്കുന്നത് ഈ ഒരു പ്രത്യൂഷൻ കാരണമാണ്. നമ്മളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകളാണ്. എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ ന്യൂനമർദ്ദ കാര്യത്തിലും സത്യസന്ധതയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു വാല്യൂ ഉണ്ട്, ഒരർത്ഥമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനപ്പുറം നമ്മൾ അപ്പുറയും ഇപ്പുറയും തർക്കിക്കുമ്പോൾ തർക്കങ്ങൾക്കും ഒരു വാറ് തന്നെയാണ് നടക്കുന്നത്. അവിടെയും നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അല്ലാതെ നമുക്കവിടെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പ്രശ്നമല്ലത്. നമ്മുടെ നിലപാടിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മളെ പൂർവികർ ഉണ്ടാക്കുന്ന അവർ തെറ്റിച്ചിട്ടുണ്ടാക്കിയ തിരുത്തലിനെയാണ്
നമ്മളിവിടെ ശരിയാക്കേണ്ടത്. സമൂഹ മനസ്സാക്ഷിക്ക് മറക്കേണ്ടതും പൊറുക്കേണ്ടതുമായ കാര്യമുണ്ട്. അല്ലാത്തത് അത് ചെയ്യാതിരിക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അത് ബിഗ് ബോസ് ഷോക്ക് ഉണ്ടാവണമെന്നാണ്. ബിഗ് ബോസ് ഷോ അധികൃതർ, അവിടുത്തെ ഹൗസ്മേറ്റ്, ലാലേട്ടൻ, അവിടെയുള്ള എല്ലാവരും അത് പാലിക്കണമെന്നതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തേണ്ടത്. ബാക്കി മൊത്തം കണ്ടസ്റ്റൻസിനെ ഫേവർ ചെയ്ത് PR ടീമിനെ നോക്കി ഒരാളെ മാത്രം സ്നേഹിക്കുന്ന വിധത്തിലേക്ക് ബിഗ് ബോസ് ഷോ കോണ്ടന്റ് മാറുന്നത് നമ്മൾ അറിയുന്നു. ഇതുപോലെ തന്നെയാണ് ലൈഫിലും സംഭവിക്കുന്നത്. ഈ ഒരു ഡിസ്റെസ്പെക്റ്റിംഗ് നമ്മുടെയും ലൈഫിലുണ്ടാകും. ചിന്തകളോടൊപ്പം ചിന്താശേഷികൾ നഷ്ടപ്പെട്ട ഒരൊറ്റപ്പെട്ട സ്ട്രാറ്റജിയിലേക്ക് മനുഷ്യൻ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കും. ദിസ് ഈസ് എ വാണിംഗ്, ലൈഫിൻ്റെ വാണിംഗ് ആണ്. ഇപ്പോൾ സ്റ്റാർഡം കിട്ടിയവർക്കും സ്റ്റാർഡത്തിൽ നിന്ന് ജീവിക്കുന്നവർക്കും അവിടെയും ഒരു വാണിംഗ്, അവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇതേ ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊരു മൂമെൻ്റാണ്. ഈ മൂമെൻ്റ് ഒരു മൂഡാക്കി മാറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് ഗെയിമിനെ നന്നായി ആശ്രയിച്ചിരിക്കുന്നവർക്ക് മാത്രം പ്രയോഗിക്കേണ്ടതാണ്. ഈ ഒരു ഗെയിം പ്രേക്ഷകർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഒരു ബിഗ് ബോസ് ഷോക്ക് അതിൻ്റേതായ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. മലയാളികൾ മാത്രമല്ല, എല്ലാ വേൾഡ് ബിഗ് ബോസ് ഷോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഏത് വ്യക്തിക്കും ബിഗ് ബോസ് ഷോ മലയാളത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രൂപ്പ് സ്ട്രാറ്റജി, ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി, ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയെ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത്. ക്രിഞ്ചന്മാരും ക്രിഞ്ചുകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു ക്ലീശേ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, നമുക്കത് വർണ്ണനയിൽ എടുക്കാൻ കഴിയാത്തൊരു സംസ്കാരത്തിൽ ഒരു വർണ്ണന നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഷോയുടെ